നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞു. BJP നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. കാൽ നൂറ്റാണ്ട് കാലമായി BJP അധികാരത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷം കിട്ടി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഭരിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിരുന്നു. ഈ ഇലക്ഷനിൽ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് RSS ഉൾപ്പെടുന്ന സംഘ് പരിവാറാണ്. അവർ ആത്മാർത്ഥമായ പ്രതിഫലേക്ഷയില്ലാതെ 50,000-ഓളം കുടുംബയോഗങ്ങൾ അല്ലെങ്കിൽ മുഖാമുഖം പരിപാടി നടത്തി. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതൊക്കെ 6 സംഘ് പരിവാർ കൂടി ഇത്ര ജയിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും മൊത്തത്തിൽ എന്ന് പറയാൻ പറ്റും ചില പ്രബല നേതാക്കളുടെ താല്പര്യമായിരുന്നു BJP അവിടെ ജയിപ്പിക്കുക എന്നുള്ളത്. കാരണം ഒരു വശത്തും 3 പ്രബല കക്ഷികൾ മത്സരിച്ചു. അപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിച്ച് മത്സരിച്ചിരുന്നു എങ്കിൽ 15 സീറ്റിൽ തോറ്റിരിക്കുന്നത് BJPക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ വളരെ കൂടുതലുണ്ട്. ഇവിടെ വേറൊരു വശം മനസ്സിലാക്കേണ്ടത്, ഈ കേജ്രിവാളിനെ കേസ് ഉണ്ടാക്കി അകത്താക്കിയില്ലായിരുന്നു എങ്കിൽ കേജ്രിവാൾ ഒറ്റയ്ക്കും കോൺഗ്രസ് ഒറ്റയ്ക്കൊന്ന് മത്സരിച്ചാൽ പോലും BJPക്ക് ഭരണം കിട്ടുന്നില്ല. അപ്പോൾ അതിന് വളരെ ആസൂത്രിതമായി കോൺഗ്രസ് ഗവൺമെൻറ്റിനെ എങ്ങനെ താഴെ ഇറക്കാൻ ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളും ഉറക്കുന്നു ഈ സ്വാമിയും അതിന് ചുക്കാൻ പിടിച്ച സംഘ് പരിവാറും RSSഉം എങ്ങനെയാണോ അഴിമതി ആരോപണം കൊണ്ടുവന്ന് കോൺഗ്രസ് തകർത്ത്, അതുപോലെ ഒരു ആരോപണം കൂടി ആം ആദ്മി പാർട്ടിയുടെ പേരിൽ വന്നില്ലെങ്കിൽ കേജ്രിവാൾ കോൺഗ്രസ് ഒറ്റ പോലും BJP ഭരിക്കണമെന്നില്ല. കണക്കുകൾ ഉദ്ധരിക്കണം. അങ്ങനെ വരുമ്പോൾ ആരായിരുന്നു ആം ആദ്മി പാർട്ടി നേതാവ്? കേജ്രിവാളിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കേജ്രിവാൾ സംഘ് പരിവാറിൻ്റെ നമ്പർ 2 തന്നെയാണ്. സംഘ് പരിവാറിനെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കേജ്രിവാളിൻ്റെ ലക്ഷ്യമായത്. അതിനുവേണ്ടിയാണ് അവർക്കൊന്നും ഈ ഭരണം താഴെ പോയതിന് ശേഷം 10 വർഷത്തിനിടയിൽ അദ്ദേഹം 2 പ്രാവശ്യമാണ് വായ തുറന്നത്. ഒന്ന് മഹാരാഷ്ട്രയിൽ പാക്കറ്റിൽ കൂടി ബിയർ സപ്ലൈ ചെയ്യാനായിട്ട്, അതെതിരെ പുള്ളി വായ തുറന്നു. പക്ഷേ മഹാരാഷ്ട്ര ഗവൺമെൻറ് കണക്കിലെടുത്തില്ല. ഇപ്പോൾ 2ാമത് വായ തുറന്നത് ഇന്നലെയാണ്. എന്താണ്? ആം ആദ്മി പാർട്ടിയുടെ പണത്തിൽ മയങ്ങിപ്പോയി കേജ്രിവാൾ. അപ്പോൾ അഴിമതി കൊണ്ടുവന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ ഒതുക്കിയില്ലായിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും, കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് ചെയ്താൽ പോലും BJP ഭരണത്തിൽ വേണമെന്ന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അഴിമതി ആരോപണം കൂടി ഉണ്ടായി കേജ്രിവാളിനെ അകത്താക്കി. അങ്ങനെ കേജ്രിവാളിൻ്റെ ആ
ഇമേജ് കുറച്ച് വോട്ട് കുറച്ച് അദ്ദേഹം തോറ്റു പോയത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇത്രയും കിട്ടില്ല. അത്ര കണ്ട് ബി ജെ പി ഭരണവും ബി ജെ പിയുടെ ഇമേജും തകർന്നിരിക്കുകയാണ് ഇന്ത്യയിൽ. കേന്ദ്രത്തിൽ മാത്രമല്ല, സംസ്ഥാനങ്ങളിലൊക്കെ. പക്ഷേ ഭരണം കിട്ടി, അത് വേറെ, ഞാൻ പിന്നെ പറയാം, ഇപ്പോൾ പറഞ്ഞില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഈ അഴിമതി കൂടി വന്ന് ഇദ്ദേഹത്തെ കൊച്ചാക്കിയത്. അല്ലെങ്കിൽ അത്രയും മോശമായ പ്രവൃത്തി ആയതുകൊണ്ട് അണികൾ അല്ലെങ്കിൽ വോട്ടർമാർ മാറില്ല. അപ്പോൾ കേജ്രിവാളിനെ വ്യക്തിപരമായിട്ട് കൂടി ഒതുക്കി അഴിമതി ആരോപണം ഉന്നയിച്ചു ജയിലിലാക്കിയിട്ട് കൂടിയാണ് ഇത്രയും ഭൂരിപക്ഷങ്ങൾ ജയിച്ചത്. അല്ലെങ്കിൽ എപ്പോഴും വോട്ടിൽ വ്യത്യാസത്തിലുണ്ട്. 3% ഉള്ളൂ ബി ജെ പിയും ആം ആദ്മി തമ്മിൽ. ഇവിടെ ഇന്നത്തെ കണ്ടീഷൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും യോജിച്ചിരുന്നെങ്കിൽ ഈ 15 സീറ്റ് ഉൾപ്പെടെ ഭരണം കോൺഗ്രസിന് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടികളുടെ ഗ്രൂപ്പിന് ജയിക്കാമായിരുന്നു. അതിന് ഈ കോൺഗ്രസിന് ഒരു വിഭാഗം നേതാക്കൾ സമ്മതിച്ചില്ല. ആം ആദ്മി പാർട്ടിയുടെ പക്ഷേ കേജ്രിവാൾ ഉൾപ്പെടെ ബി ജെ പിക്ക് സപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. മനഃശാസ്ത്രപരമാണ്. അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുകയാണ് എന്ന് ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യമെങ്കിൽ ഏത് കുഞ്ഞിനെ അറിയാൻ പാടില്ലാത്ത വോട്ട് 3 വിഭജിച്ചാൽ ബി ജെ പി ജയിക്കും എന്നുള്ളത് ഏത് കുഞ്ഞറിയാത്ത? 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് കളിപ്പാട്ടം സൂക്ഷിക്കണമെങ്കിൽ എവിടെ വയ്ക്കണം എന്നൊക്കെ അറിയാം. 3 വയസ്സ് കുട്ടി. അപ്പോൾ ഈ കേജ്രിവാളിന് ലോക നേതാക്കൾക്കൊന്നും അറിയില്ലേ? അവർ 2 ഗ്രൂപ്പായി മത്സരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബി ജെ പി ഈസിയായിട്ട് ജയിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ലേ? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരൊരു നേതാവല്ല. ഇവിടെ വരുന്നത് രാഹുൽ ഗാന്ധിക്കും കേജ്രിവാളിനും, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി നയിക്കുന്ന വിങ്ങിനും കേജ്രിവാളിൻ്റെ വിങ്ങിനും ബി ജെ പി ആദ്യകാലത്തോടെ വരണമെന്ന് നിർബന്ധം ഒന്നിണ്ടായിരുന്നു. അത് കൂടുതൽ സംഘപരിവാറിൻ്റെ സപ്പോർട്ട്. അതാണ് പിന്നെ മനഃശാസ്ത്രമായിട്ട് വിലയിരുത്തും പറയുന്നതാണ്. ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിനോ രാഹുൽ ഗാന്ധിയുടെ ഗ്രൂപ്പിനോ, രാഹുൽ ഗാന്ധി ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹം ഈ അഴിമതി ചെയ്യണമെങ്കിൽ കഴിവ് വേണം. ഞാനിപ്പോൾ അഴിമതി ചെയ്യാൻ വേണ്ടി ഓടി ചെയ്യാൻ പറ്റില്ല. അതുപോലെ റോഡ് മോശമാക്കി ചെയ്യണമെങ്കിൽ പോലും നല്ലൊരു കോൺട്രാക്ടറൊക്കെ മോശമാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെയൊക്കെ ഒരു കുതികാൽ വെട്ടി പോലും കുറച്ച് കഴിവുള്ളൂ. അതുപോലും ഇല്ലാത്ത രാഹുൽ ഗാന്ധി അറിയില്ല. പക്ഷെ അദ്ദേഹം നിയന്ത്രിക്കുന്ന ചില റിബൽ ശക്തികളുണ്ട്. ആ ശക്തികളുടെ ആസൂത്രിത ഫലമാണ് അവരെല്ലാം വിലക്കെടുത്ത്, കോടികൾ കൊടുത്ത് വിലക്കെടുത്ത് ഇങ്ങനെ ഈ നിലയെത്തിച്ച്. അപ്പം അതുകൊണ്ട് ആം ആദ്മി പാർട്ടി അറിയാതെയാണ് തോൽവി സംഭവിച്ചതോ, മുന്നണിയിലെ കോൺഗ്രസ് അറിയാതെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കോൺഗ്രസിനെ ഒഴിച്ച് ബാക്കി മറ്റുള്ള ഇന്ത്യ മുന്നണിയുടെ പാർട്ടികളെല്ലാം കോൺഗ്രസിനെതിരായിരുന്നു. എന്ന് സംഭവിച്ചു. ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ, മുന്നണി മര്യാദയിൽ, മുന്നണി ഫിലോസഫിയിൽ കൂടെ നിൽക്കുന്ന കക്ഷികളെ ലാഭത്തിലും നഷ്ടത്തിലും കൂടെ നിർത്തണ്ടേ? ലാഭം ഒരു ഭാഗത്ത് കൂടെ നിർത്തിയാൽ മതിയോ? നഷ്ടം വരുമ്പോൾ കൂടെ നിർത്തണ്ടേ? അങ്ങനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേറൊരു ഗ്രൂപ്പ് അതിൽ വരുമോ? എ ഓർ ബി. ഇപ്പോൾ ചില ABC ചാനൽ പോലെ ചില മഹാന്മാർ പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസ് ഇത് വളരെ ബുദ്ധിയാണ്, ഇനി ആം ആദ്മി പാർട്ടി എന്ന ഒരു ഇതില്ല, അതൊക്കെ തോറ്റൊപ്പിയിട്ട്. അതിൽ ഒരു കാര്യം ശരിയാണ്, ആം ആദ്മി പാർട്ടിക്ക് മുഖമില്ല, ലക്ഷ്യമില്ല, എന്തെങ്കിലും പോളിസി വേണ്ടേ? ഇപ്പം ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ് പോളിസി ഉണ്ട്. എന്താണ്? ജനസംഖ്യാനുപാതികമായ സംവരണം, തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖല വേണമെന്നുള്ള ആ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അത് പോളിസിയാണ്. അംബേദ്കറിസം പോലെ ഷായിസമാണത്. അതുപോലെ പോളിസി ഉണ്ടോ? ബി ജെ പി ചില കാര്യങ്ങൾ സപ്പോർട്ടും ചില കാര്യങ്ങൾ എതിർക്കും. മതേതരത്തിൻ്റെ പേരിൽ അത് ആർക്ക് താല്പര്യമില്ല. അപ്പം അങ്ങനെ ഒരു പോളിസി ഇല്ലാത്ത പാർട്ടി. എന്നിട്ടും ബി ജെ പിയുടെ ആദർശത്തിന് എതിരെ നിൽക്കുന്ന ഡൽഹിയിലെ വോട്ടർമാരിൽ ഇപ്പോഴും നല്ലൊരു ശതമാനം ബി ജെ പി എതിരാണ്. കണക്കുത്തിരിക്കണ്ടല്ലോ. ഇതിപ്പോൾ ABC കോൺഗ്രസ്സിന് ഇത് നല്ലതാണ്, ആം ആദ്മി പാർട്ടിയെ പിന്നെ ഒതുക്കി എന്നാണ് വിചാരിക്കുന്നെങ്കിൽ ആ മഹാമണ്ഡന്മാരെ ബി ജെ പിയുടെ വോട്ടും ആം ആദ്മി വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ എങ്കിലും ഇന്നലെ നാളെ ആം ആദ്മി പാർട്ടിക്ക് വരാൻ പാടില്ലേ?
അപ്പോൾ കോൺഗ്രസ് എല്ലാം എന്തായിരിക്കും? അതാ പറഞ്ഞു, കോൺഗ്രസ് കാണിച്ച ബുദ്ധിപൂർവ്വം കാണിച്ചാണെന്ന് പറയുന്നത് സംഘപരിവാരഭാവികളാണ്. ഒരിക്കലും എതിരാളികൾ പറയില്ല. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി തപ്പിയെടുത്താൽ ഈ 3% വോട്ട് ഉണ്ടാക്കാണ്ട് പ്രയാസം. അവർ തെറ്റിദ്ധരിച്ച് മുന്നോട്ട് വന്നാൽ അവിടെ കോൺഗ്രസ് അപ്പോൾ തന്നെയുമല്ല, ഇന്ത്യ നെറ്റ് മുതൽ നമ്മൾ എടുക്കും. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി സമ്പ്രദായം തകർക്കാനും പറ്റി. ഇതിൽ BJP പല കളികളുണ്ട്, ആം ആദ്മി പാർട്ടി പല കളികളുണ്ട്, കോൺഗ്രസ് നയിക്കുന്ന ദുഷ്ടലാക്കുള്ള കളികളുണ്ട്. കോടികൾ വാങ്ങിച്ചു ചെയ്താന്ന് പറയാൻ തെറ്റുണ്ടോ? ഇപ്പോൾ തൽക്കാലം അവിടെ BJP അധികാരം കിട്ടി, കോൺഗ്രസ് ഇന്ത്യ മുന്നണി പുലർത്താനും പറ്റി, അത് തകർക്കാനും പറ്റി. അപ്പോൾ ഒരു വെടിക്ക് പല പക്ഷികളെ BJP ഉണ്ട്. അതിനുവേണ്ടി അവർ ചെയ്തതെന്നറിയോ? 5 വർഷം നിരന്തരമായ ശ്രമമാണ് ഡൽഹി പിടിച്ചെടുക്കാൻ. അതിനു മുമ്പുണ്ട് 5 വർഷം പ്രത്യേകിച്ചു. അതിൽ 50,000 യോഗം വെച്ച് സംഘപരിവാർ. രാഷ്ട്രീയമില്ലാത്തതാണല്ലോ സംഘപരിവാറിന്. മുഖമില്ല, രാഷ്ട്രീയമൊന്നുമില്ല, ഒരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ വേണ്ടി എന്ത് ചെയ്തു എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും കോൺഗ്രസിലെ പഴയ പാരമ്പര്യമുള്ള കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇരട്ടിയോളം വോട്ട് കിട്ടിയിട്ടുണ്ട്. 4% ഇപ്പോൾ 6-7% താഴെയുണ്ട്. ഏതാണ്ട് 10-80% വോട്ട് കൂടിയുണ്ട് കോൺഗ്രസ്. തെറ്റ് പറയാൻ പറ്റില്ല. 80% വോട്ട് കൂടിയ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 80% വോട്ടാണ്, 40% വോട്ട് കൂടിയിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി ഇവിടെ തമ്മിൽ വ്യത്യാസത്തിലുണ്ട്. അവിടെ 37 ഉണ്ടെങ്കിൽ ഇവിടെ വെറും 6-7 ഒരു 30% വോട്ട് കിടക്കാണ്. ഈ 30% വോട്ട് ഡെവലപ്പ് എടുക്കാനാണ് എളുപ്പം. ഈ 6% അല്ലെങ്കിൽ 6% ഡെവലപ്പ് എടുക്കാൻ എളുപ്പം. ഈ ലോജിക്ക് വെച്ച് നോക്കുമ്പോഴേ അവിടെയാണ് ഞങ്ങൾ ഫിലോസഫി പറയുന്നത്. ഈ 37% മറ്റേ ശതമാനം വ്യത്യാസമുള്ള ചെറിയ വ്യത്യാസമുള്ള കോൺഗ്രസ് BJPയും പിന്നെ ആം ആദ്മി പറഞ്ഞാൽ, അപ്പോൾ ആ 33% കൂട്ടിയെടുക്കാനാണ് എളുപ്പം, ഈ 6% കൂട്ടാനാണ് എളുപ്പം. 6% കൂട്ടാൻ വളരെ പ്രയാസമല്ലേ? അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ഡൽഹിയിൽ ഒരു മുന്നണി സമ്പ്രദായം നിർബന്ധമായിരുന്നു, അനിവാര്യമായിരുന്നു. വോട്ടിംഗ് പാറ്റേൺ നോക്കൂ, വോട്ടിംഗ് ശതമാനം നോക്കൂ. കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിയെന്ന് ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്. അത് അത്ര കണ്ട് BJP മോശമായതുകൊണ്ടും പിന്നെ ആം ആദ്മിയുടെ മോശമായതുകൊണ്ടാണ്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു നിർബന്ധമായിട്ടും മുന്നണി വന്നേ തീരൂ. ഒരു കൂട്ട് കക്ഷി ഇലക്ഷൻ വന്നേ തീരൂ. അതുപോലും അടിച്ചു കളഞ്ഞില്ലേ വേണുഗോപാൽജി? ആരുടെ വാക്ക് കിട്ടാൻ നിങ്ങൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിൽ ധാരണയില്ലാതാക്കിയത്? അപ്പോൾ അത് താല്പര്യം കോൺഗ്രസിനെ പല നേതാക്കൾക്കുണ്ട്, ആം ആദ്മി പല നേതാക്കളുണ്ട്. അവർക്കെല്ലാം കോടികളിൽ കൊടുത്തു. ഈ BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ആരെയും വിലക്കെടുക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട്. പണത്തിന് പണം, ഗുണ്ടായുസം, കയ്യൂക്കം. അതായത് ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന 3 M ആണെന്ന് പണ്ട് കാൻഷാൻ പറഞ്ഞിട്ട്. മാധ്യമം, മീഡിയ, മണി. മാഫിയ, മണി. പണമാണ്, ഗുണ്ടാസംഘാണ്, പിന്നെ മാധ്യമങ്ങളാണ്. ഇത് 3ഉം BJPക്ക് സുലഭമാണ്, സുഭിക്ഷമാണ്. അതായത് സുലഭമാണ്, സുഭിക്ഷ പക്ഷമൊന്നുമല്ലല്ലോ. പക്ഷെ കോൺഗ്രസ് ഉണ്ടോ? അപ്പം ആ നിലക്ക് ഏത് ശ്രമത്തിലൂടെയും അവർക്ക് അധികാരം നിലനിർത്താനും പറ്റും, പിടിച്ചെടുക്കാനും പറ്റും. അങ്ങനെയുള്ള BJPയുടെ സർവ്വസന്നാഹമായി നിൽക്കുമ്പോൾ മണ്ടന്മാരെ കോൺഗ്രസ്, രാഹുലെ, നിങ്ങൾ ആ മുന്നണി കിട്ടിയ ഒരു അവസരം കളഞ്ഞു കൊടുത്തില്ലേ? എന്ത് കാരണം കൊണ്ടും നിങ്ങൾ ആ മുന്നണി സമുദായത്തെ കളയായിരുന്നു? എന്ത് വിട്ടുവീഴ്ച ചെയ്തും? ഞങ്ങളുടെ ആതിഥേയരുണ്ട്, അതിഥികളുണ്ട്. അതിഥികൾക്ക് വേണ്ടി ആതിഥേയർ വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങനെ ചെയ്യാറുള്ളത്. വീട്ടിലെ അമ്മ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും, വെളുപ്പി വരുമ്പോൾ അമ്മക്ക് കിട്ടാറില്ല. അപ്പോഴും അതിഥികൾ നോക്കുന്നത്. അതുപോലെ കോൺഗ്രസ് ആണ് ലീഡർഷിപ്പ് നിൽക്കുന്നതെങ്കിൽ, കോൺഗ്രസിന്റെ കീഴിലാണ് ഈ മുന്നണി നിന്നെങ്കിൽ കോൺഗ്രസ് കുറേയധികം ത്യാഗം സഹിക്കേണ്ടിയിരുന്നു, കുറേയധികം നയത്തിൽ നിൽക്കേണ്ടിയിരുന്നു. കോൺഗ്രസ് ചെയ്തോ എന്ന് പറഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും മുന്നണി സമ്പ്രദായത്തെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രിയങ്കി സംരക്ഷിക്കേണ്ടിയിരുന്നു. അത് സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, വോട്ടെണ്ണുന്ന ഡൽഹിയിൽ വോട്ടെണ്ണുന്ന പ്രിയങ്ക ഗാന്ധി വന്ന് വയനാട്ടിലാണ്.
അല്ല ഒരു ദിവസവും വരാൻ സമയം ഉണ്ടായില്ല. വോട്ടിടുന്ന ദിവസം 8-ാം തീയതി ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയല്ലെന്ന് മനസ്സിലായി. കോൺഗ്രസ് തെറ്റിയ ഒരു പ്രതീക്ഷയില്ല. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസിലെ പ്രിയങ്കയും രാഹുലും വയനാട്ടിൽ വന്ന് മത്സരിച്ചോടുകൂടി കോൺഗ്രസ് അൺഫിറ്റാണ്. കോൺഗ്രസ് അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അൺഫിറ്റും ഇല്ല, ഫിറ്റ് തന്നെയാണ്. അത് കവിച്ച് വയ്ക്കാൻ ഒരു പ്രസ്താവം ഇന്ത്യയിൽ നിന്നില്ല. പക്ഷേ അത് നയിക്കുന്ന പ്രിയങ്കയും രാഹുലും അൺഫിറ്റാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞു. കാരണം കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഒരു ശ്രമം ഈ ഡൽഹിയിലെ ഇലക്ഷന് തയ്യാറെടുപ്പില്ല. അവർക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കിയില്ല. യൂണിറ്റ് ഉണ്ടായി പ്രവർത്തിക്കണ്ടേ? ജനങ്ങളിടയിൽ കറിയിച്ചല്ലേ ഈ ആൾക്കൂട്ടം ഉണ്ടാകുള്ളൂ. ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാകില്ലെന്ന് ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയാണ്. വോട്ട് എന്ന് പറഞ്ഞാൽ അത് വോട്ടർ ലിസ്റ്റിൽ പേരാണ് ആദ്യം. രണ്ടാമത് വോട്ട് ചെയ്യണം. മൂന്നാമത് വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവരെ വോട്ട് പെട്ടിയുടെ അടിയിൽ എന്താണ് കാത്തിരിക്കണം. അടയിരിക്കാന്ന് പറയും ഈ മുട്ട വിരിയാൻ വേണ്ടി കോഴികളൊക്കെ. അതുപോലെ അടയിരിക്കണം. അതാണെന്ന് SP-യുടെ അഖിലേഷ് യാദവ് പറഞ്ഞത്. വോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോരുത്, വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവരെ വോട്ട് പെട്ടി മുൻപിൽ നിങ്ങൾ മാറരുത്. അങ്ങനെ കൂട്ടം കൂട്ടായി നിന്നപ്പോഴുള്ള UP-യിലെ ഒരു ബോത്തി സ്റ്റോറിൻ്റെ അടുത്തേക്ക് ഒരു ലോഡ് വന്നു രാത്രി. പിന്നെ വോട്ട് പെട്ടി അത് ചേർ കാത്തിരുന്നുകൊണ്ട് അവിടെ ഇറക്കാൻ തിരിച്ചു വിട്ടത്. അങ്ങനെ വരേണ്ട കാര്യം ഇലക്ഷൻ കഴിഞ്ഞാൽ വോട്ട് പെട്ടി വരേണ്ട കാര്യമുണ്ട്? ഏത് സാഹചര്യത്തിലാണെങ്കിൽ പിന്നെ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം അഴിമതിയാണ്. അതൊക്കെ വളരെ ശരിയാണ്. പക്ഷെ അതിനെ ഒന്നും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ മറുതന്ത്രം ഉപയോഗിക്കാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ കഴിവില്ല. ഒരു കഴിവില്ല. പറയണം, പെടുങ്ങിയിട്ടല്ല പറഞ്ഞത്. കുറ്റമുണ്ടല്ല, കഴിവില്ല. കഴിവൊരാൾക്ക് ഞങ്ങളുടെ എനിക്ക് ഇല്ലാത്ത കഴിവിരിക്കേണ്ട പോയിട്ട് കാര്യമുണ്ടോ? ഇത് ഉന്തി മരം കയറ്റിയാൽ കൈവിട്ട് താഴെ പോകുന്ന നാടൻ പഴഞ്ചിൽ പറഞ്ഞാൽ കഴിവില്ലാത്ത ഒരാളെ നമ്മൾ ബാറ്ററി ചാർജ് കുറഞ്ഞാൽ കയറ്റാം, പക്ഷെ ഫുൾ ചാർജ് പോയി പിന്നെ കയറില്ല. അതുപോലെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാർജ് കയറ്റാൻ പറ്റുള്ളൂ. അതിന് എതിരായിട്ടുള്ള ഒരു സംഭവമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് ദൈവത്തിന് നേരിട്ടുള്ള ശിക്ഷണമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ദൈവത്തിന് നേരിട്ടുള്ള ശിക്ഷണമൊന്നുമില്ല. നാട്ടുകാരെ സപ്പോർട്ടില്ലൂ, ജനങ്ങൾ സപ്പോർട്ടില്ലൂ. ജനങ്ങൾ സപ്പോർട്ടായിട്ട് മാത്രമല്ല, സ്വയമേ വേണം എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. 573 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ വീണ്ടും പറയാണ്, ഇന്ത്യൻ പാർലമെന്റിലേക്ക് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ചിന്തിച്ചു തന്നെ. പ്രവൃത്തിയല്ല, ചിന്ത കഴിഞ്ഞാൽ പ്രവൃത്തി വരുന്നത്. ആദ്യം ചിന്തയാണ്, തിങ്ക്, പിന്നെയാണ് പ്രവൃത്തി, ആക്ഷൻ വരുന്നത്. ആ ചിന്തിച്ചതിന് തെറ്റായിപ്പോയി. അതിന് കൂട്ടു നിൽക്കാനുള്ള കേരളത്തിൽ നേതാക്കളും ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും. ഇനി ഞാൻ കേരളത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ 2026 ഇലക്ഷൻ നടക്കുകയാണ്. അതിന് എന്ത് തയ്യാറെടുപ്പും കോൺഗ്രസ് എടുക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് രണ്ട് ടൈം മുമ്പുള്ള പാർലമെന്റ് ഇലക്ഷൻ, അതായത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് ശേഷം വന്ന ഗവൺമെന്റ് എന്തുകൊണ്ട് ഭരണം പോയി? അവിടെയാണ് 800ഓളം കടുംവെട്ട് വെട്ടി. അതായത് തിരുവനന്തപുരം ശിവകുമാറും അടൂർ പ്രകാശും ഈ ഉമ്മൻചാണ്ടി 3 സമുദായത്തിലെ 3 ഉന്നതന്മാർ രഹസ്യമായിട്ട് ചാടി വലിച്ചത് 800 കടുംവെട്ട് വേണ്ടിക്കാൻ ഭരണം പോയത്. അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ എന്തായിരുന്നു മോശം? പോയില്ലേ? എന്ന് തിരിച്ചെടുക്കാൻ പറ്റുമോ? 2 ടൈം തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇനി 3ാമത് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ ഇത്തവണ പോട്ടെ എന്ന് ആം ആദ്മി പാർട്ടി തോൽപ്പിച്ച് BJP ജയിക്കട്ടെ എന്ന് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തപ്പോൾ പറ്റത് ഇനി അവിടുന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും ഏറ്റവും സാധ്യതയുള്ള ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. കാരണം വോട്ട് ശതമാനം വളരെ വ്യത്യാസമുള്ളൂ, ചെറിയ വ്യത്യാസമുള്ളൂ. അതായത് കോൺഗ്രസും BJP വോട്ട് തമ്മിൽ 30% കൂടുതൽ വ്യത്യാസം കിടക്കുകയാണ്. അത് ആം ആദ്മി പാർട്ടിയും BJP തമ്മിൽ വോട്ട് ശതമാനം 3% വ്യത്യാസം. വേരിയേഷൻ 3% ഉള്ളി. ഇവിടെ എത്രയാണ്? മോർ ദാൻ 30%. ഈ 30% കോൺഗ്രസ് അയച്ചാൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും സാധിക്കുമോ? അപ്പോൾ കോൺഗ്രസ് മുന്നണി ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് ഡൽഹിയിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ മുന്നണി സമ്പ്രദായം കിട്ടിയതാണ്, അത് കളഞ്ഞല്ലേ. അതുപോലെ കേരളത്തിൽ എന്ത് സംവിധാനം ഉണ്ടാക്കും? ഞാൻ നിങ്ങൾക്ക് 1-2 നിർദ്ദേശം, ഞങ്ങളുടെ ഗ്രൂപ്പ് നിർദ്ദേശം വയ്ക്കാം. അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ 60 വയസ്സിന് മുകളിലുള്ള കാരണന്മാരൊക്കെ അവിടെ നിൽക്കട്ടെ, അവരും ബഹുമാനിക്കണം, അവരെ പുകഴ്ത്തണം, അതൊന്നും കുഴപ്പമില്ല. മാന്യമായ സ്ഥാനമൊക്കെ കൊടുക്കണം. അതെല്ലാം കൊടുത്തോ.
രമേശ് ആയാലും സതീഷ് ആയാലും ആര് കൊടുത്തോ മുഖ്യമന്ത്രി ആയിക്കോട്ടെ. പക്ഷെ അടുത്ത 5 വർഷത്തേക്ക്, ഇന്ന് മുതൽ അടുത്ത 5 വർഷത്തേക്ക്, അല്ലെങ്കിൽ അടുത്ത് വരുന്ന അസംബ്ലി ഇലക്ഷൻ വരെയും നിങ്ങൾക്ക് ഞാൻ 2 പേര് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധിക്കാം. ഒന്ന് ഷാഫി പറമ്പിലും, ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ദേഷ്യം വരും, ഞാൻ എന്നാലും പറയാം. ഞങ്ങളുടെ മനഃശാസ്ത്രം പറയാം, IB ഈഡനും, ജോർജ് ഈഡൻ്റെ മകൻ IB ഈഡൻ. ഒരു കാര്യം പറയാം, IB ഈഡൻ ഒരിക്കലും ഈ പാർട്ടി വിൽക്കില്ല. ഇപ്പോൾ KV തോമസ്, PC ചാക്കോ ഒന്നില്ലേ, അവരെല്ലാം പാർട്ടി വിറ്റില്ലേ? ഒരിക്കലും ഞാൻ പറയാം, ജോർജ് ഈഡൻ്റെ മകൻ IB ഈഡൻ ഒരിക്കലും പാർട്ടി വിൽക്കില്ല. ഞാൻ ഗ്യാരണ്ടി പറയാം. 5 വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല, എന്നാലും ഗ്യാരണ്ടി പറയാം. ഇത് മനഃശാസ്ത്രമാണ്. ജോർജിയുടെ മനഃശാസ്ത്രം അത്. ജോർജിയ ഒരിക്കലും പാർട്ടികൾ വിൽക്കില്ല. അലമിടുക്കനാണ്. പിന്നെ IB ഈഡനും ഷാഫി പറമ്പിലിനൊക്കെ ചില കുട്ടിത്തരങ്ങൾ, എന്താ പറയുക, അതൊക്കെ ചൈൽഡിഷ്, അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അതൊക്കെ മാറും. കാരണം ഒന്ന് പുള്ളി പോയി അവിടെ ദൃഢപ്രതിജ്ഞയൊക്കെ ചില കുട്ടിത്തമുണ്ട്, അതെല്ലാം പോട്ടെ. ഷാഫി പറമ്പിൽ നിങ്ങൾക്കാർക്ക് എതിരില്ല. ഷാഫി പറമ്പിൽ IB ഈഡിനെ എതിരില്ല. ഒന്നുകിൽ IB ഈഡിനെ KPC പ്രസിഡന്റ് ആയിക്കൊണ്ടും ഷാഫി ഈഡിനെ കൺവീനർ ആയിക്കോട്ടെ. ഹസനെ മാറ്റും. ഹസൻ പോരായിട്ടില്ല, ആ സീനിയറുള്ള ആൾ മാറ്റിയിട്ട് ഇവർ കൊടുക്കണം. എന്നിട്ട് ഹസനെയും പിന്നെ മറ്റുള്ള എല്ലാ ലീഡേഴ്സും നമ്മൾ ബഹുമാനിക്ക് ആദ്യം ചെയ്യണം. മാത്രമല്ല, ഞാൻ ഈ ഇങ്ങനെ വരുന്ന നിനക്ക് ഒരു മനഃശാസ്ത്രം പറഞ്ഞുതരാം, ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. മരുവൾ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു. മരുവളെല്ലാം ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ മരുവളായല്ലോ. അപ്പം മരുവൾ അടുക്കള ചാദ്യം മരുവൾ എന്ത് ചെയ്യുന്നറിയോ, അടുക്കളയിൽ അടപ്പത്ത് അരി ഇട്ട് അതിൻ്റെ വേവ് പകുതിയായി. അപ്പോഴും അവിടെ വിളിച്ചു വയ്ക്കും, അമ്മേ നമ്മൾ വെള്ളം തിളക്കുന്നു, അരിയിട്ടേ. അരിയിട്ടോ, കുഴപ്പമില്ല. എന്തോരം ഇടണം? ഒരു 20 അരി ഇട്ടോ. ഇത് അരി അടുപ്പത്തിന് വേഗത്തിൽ പകുതിയായി. എന്നിട്ട് ചോദിക്കും. അപ്പോഴും അമ്മക്ക് തൃപ്തിയായില്ലേ? അതാണ് ഈ സോപ്പിടാൻ തോന്നുന്നത് ടെക്കിന്. അതുപോലെ IB ഈഡനും പിന്നെ ഷാഫി പറമ്പിലും ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും മുതിർന്ന നേതാക്കളെ അനുവാദം ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. ഇതുപോലെ നിങ്ങൾ ചെയ്തോ, പക്ഷെ അത് അനുവാദം ചോദിച്ചായിട്ട് കാണണം. അവർ പെടക്കരുത്, അകത്തരുത്. അത് ശരി. ഇന്ന് അവർ വയസ്സായി, നാളെ നിങ്ങൾ വയസ്സാവും. നിങ്ങൾ ഇതെല്ലാം ബാധ കാണും. അങ്ങനെ ചെയ്യണം. അങ്ങനെ കോൺഗ്രസ് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുമോ? ഇത് ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കുക. കഴിഞ്ഞ 1.5 വർഷമല്ലേ ഉള്ളൂ. അടുത്ത അസംബ്ലി പഞ്ചായത്ത് ഇലക്ഷൻ വരെയാണ്. IB നിങ്ങൾ അപ്പോൾ ഒരു ക്രിസ്ത്യൻ ബാധിച്ചായി. IB ആണെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ പിന്നെ ഈ സഭാ നേതൃത്വമായിട്ടൊക്കെ വലിയ വായ്പ വ്യത്യാസമൊന്നുമില്ല. ആളും സരസനാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. വർഗീയവാദി അല്ലെങ്കിൽ തീവ്രവാദി ഒന്നുമല്ല, അഴിമതിക്കാരൊന്നുമല്ല. പിന്നെ മനുഷ്യപര സഹജമായ തെറ്റുകളൊക്കെ അത് സ്വാഭാവികം. അപ്പോൾ ഷാഫി നിങ്ങൾ അംഗീകരിച്ചാലുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അംഗീകരിച്ചാണ് ഷാഫിയെ കുറിച്ച് ഞാൻ പോയി പറയേണ്ട കാര്യമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കുന്നത്. പ്രതിപക്ഷ നേതാവായിട്ട് ഏതായാലും സതീശൻ നിൽക്കട്ടെ. അപ്പോൾ നായരായി, ക്രിസ്ത്യാനിയായി, മുസ്ലിമായി. പിന്നെ ഈ വിഭാഗത്തില്ലേ, അതുപോലെ ഈ വിഭാഗത്തിൽ പറഞ്ഞ ഇതുപോലെ ചെറുപ്പക്കാരനെ ഉണ്ടല്ലോ. നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇരിക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവരൊക്കെ മാന്യമായ ഒരു സ്ഥാനം കൂടി കിടക്കും. അപ്പോൾ ക്ലീനായി, നായരായി, ക്രിസ്ത്യാനിയായി, ചോനായി, മുസ്ലിമായി. ആ പ്രാസം ഒപ്പിച്ച് എന്നിട്ട് ഒരു കളി കളിക്ക്. എന്നിട്ട് കേരളത്തിൽ 26. പക്ഷേ അത് എന്നിട്ടും കേരളത്തിൽ ഇത്തവണ UDF കിട്ടാൻ സാധ്യത കുറവെന്ന് പറയാൻ കാരണം, ഇപ്പോൾ കേരളത്തിൽ കളിക്കുന്നത് കാസ മുഖേന ഇസ്രായേലാണ് കളിക്കുന്നത്. ഇസ്രായേലിൻ്റെ മുഖമാണ് കാസ. പക്ഷെ സാധാരണ ഇസ്രായേൽ കളിക്കുന്നത് മുഖം ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൽ മുഖം വെച്ചു. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ അറിയില്ല, നടക്കൂല. ഇപ്പോൾ എന്നൊരു നമ്മുടെ ജയശങ്കർജി എന്താ പറഞ്ഞത്, ഗുജറാത്തിലെ ആ ഗോദ്ര സംഭവത്തിൽ മോഡി ഒന്നും പറഞ്ഞില്ല, വെറും നിരവധി പുള്ളി അത്ര ഒന്നുമില്ല. അതിനുശേഷം മോഡിയെല്ലാം വളർന്നു വന്നു എന്ന് പറഞ്ഞു. അതൊന്നല്ല എൻ്റെ ശങ്കർജി, അതൊക്കെ പോട്ടെ, ഞാൻ തെളിയില്ല. അപ്പം ആ ഗോദ്രയിൽ കളിയിൽ കളിച്ചാരാണ് അവിടെ ഇസ്രായേലിൻ്റെ ബുദ്ധി കാണും. BJP പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടാവില്ല. അല്ലെങ്കിൽ 2000, 2500, 3000 കർസേവകരുള്ള ആ കോച്ചിലേക്ക്, തീവണ്ടിയിലേക്ക് പുറത്തുനിന്ന് 2500 തീവ്രവാദികളുടെ ജിഹാദികൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജിഹാദികളെക്കാൾ തീവ്രമാണ് അല്ലെങ്കിൽ വികാരജീവികളാണ് സംഘപരിവാർ. അവർ 3000 പേരുണ്ട്, ഇവിടെ 2000 ഉണ്ട്. അത് ഒരു സംഘർഷം ഉണ്ടായിരിക്കുമോ? ഒരു അനക്കം ഉണ്ടായില്ല. പിന്നെ എങ്ങനെയാണ് ആൾ ഇത്ര പേര് മരിക്കുന്നത്? അതായത് ഈ പെട്രോൾ ഒഴിക്കുകയാണെങ്കിൽ താഴെ നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ 10% പോലും അകത്തേ പോകില്ല, ബാക്കിയെല്ലാം പുറത്തേക്ക് പോകുള്ളൂ. ഇതൊക്കെ നിമിഷങ്ങൾ നടക്കണമല്ലോ, അല്ലാതെ മണിക്കൂർ ദിവസങ്ങൾ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നിമിഷങ്ങളിൽ അകത്തല്ലേ പെട്രോൾ ഉണ്ടായത്, അത് കത്തിച്ചല്ലേ ഈ ആൾക്കാരെയൊക്കെ കൊന്നത്.
ആ പാവപ്പെട്ട കർഷകരെ കൊന്നത്. അതൊന്നും ഒരു തെളിവില്ലാതെ പോയി. അപ്പോൾ ഇതൊക്കെ സത്യമായിരിക്കെ ശങ്കർജി പറയുന്നല്ലോ മോഡി അതിലൊന്നും അറിയില്ലെന്നോ സംഭവിച്ചു. അറിയില്ലെങ്കിൽ മോഡിജി അന്ന് ജെഫ്രിയിലെ കോൺഗ്രസിൻ്റെ ലീഡർ ആ MP അവസാന കൈ മോഡിയെ ഫോൺ ചെയ്ത് പറഞ്ഞത്. ബാക്കി സോണിയാഗാന്ധിയൊക്കെ വിളിച്ച് രക്ഷയില്ല, കോൺഗ്രസ് ഒന്നും വന്നില്ല. അപ്പോൾ മോഡി ചോദിച്ചു അത് നീ എപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് എന്നാണ് പച്ച പറഞ്ഞാട്ടോ, ഇരിക്കണമെന്നില്ല. അപ്പം മോഡി അറിയില്ല ഇതൊക്കെ. അത് തന്നെയില്ല, അങ്ങനെ തീവണ്ടിയിൽ അപകടം ഉണ്ടായാൽ തൊട്ടടുത്താണ് ഇത് മധ്യപ്രദേശിലെ അടുത്താണ് ഇത് കിലോമീറ്റർ ഓടി ഗുജറാത്ത് മുഴുവൻ തുറന്ന ജീപ്പിൽ ആ കത്ത് ശരീരമായിട്ട് പോകുന്നത്. ഇതൊക്കെ വെൽ പ്ലാൻഡ്. അതേ ഗ്രൂപ്പ് തന്നെയാണ് കേരളത്തിലും കളിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കി ബുദ്ധിയുണ്ട് ചിന്തിച്ചു. കാശ കളി നിസ്സാര കളിയല്ല, അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ കോൺഗ്രസ് ഇവിടെ കളിച്ചാലും ഒരു പക്ഷേ അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷൻ തന്നെ യു ഡി എഫിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഞാനൊരു പ്രവചനമൊന്നും പറയല്ല, കാരണം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിണറായി സഖാവെ ക്ഷമിക്കണം, അങ്ങനെ എതിർക്കാനും പരിപാടി ഇരിക്കില്ല. അതായത് ഇസ്രായേലിലേക്ക് പിണറായി സഖാവ് നേരിട്ട് യാത്ര ചെയ്താൽ വലിയ പ്രശ്നവും അറിയും. പക്ഷെ അമേരിക്ക പോയ കുഴപ്പമില്ല, അയാൾക്ക് വന്നില്ലേ. അമേരിക്കയിൽ എത്രയോ പ്രാവശ്യം തങ്ങൾ യാത്ര ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഇതിൻ്റെ ഏതെങ്കിലും ഈ ഗ്രൂപ്പിൻ്റെ ചർച്ചയൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടല്ലേ അത്ര തീവ്രമായ സംഘപരിവാര അനുഭവം CPM-ൻ്റെ മൊത്തത്തിൽ കാണിക്കുന്നത്. ഞാൻ ഉദാഹരണം, ഒരു കെട്ടിടം പണിത്, ആ കെട്ടിടം പണിയതുകൊണ്ട് ഈ കെട്ടിടം പോലും വച്ചിരിക്കുന്നത് കാവി കളറാണ്. പാർട്ടിയെന്ന് ഓർമ്മ വേണം. അപ്പോൾ അതിന് അത്ര കണ്ട് ആഴത്തിൽ സംഘപരിവാര അണികളും CPM അണികളും തമ്മിൽ ഇവിടെ ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ട്. അത് അവരെ നിൽക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഞാൻ കുറ്റപ്പെടുത്താലോ അത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചില്ലെങ്കിൽ 26-ൽ ഇനി നിങ്ങളുടെ എല്ലാവരും സംഘടിച്ചാൽ പോലും ഭരണം കിട്ടുന്നത് ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്ത ഒരു സ്ഥലത്ത് വേണം മുഖ്യമന്ത്രിക്ക് വേണ്ടി തർക്കം ഉണ്ടാക്കുന്നത്. KPC പ്രസിഡന്റ് മാറ്റണ്ട. ഏതാണ് KPC പ്രസിഡന്റ് മാറ്റണ്ട, തന്നെ നിൽക്കാൻ പോലും പറ്റാത്ത ആളാണ്, മാറ്റണ്ട. പിന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മതിയോ? സുധീരനാണ് ഞാൻ കാണുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞാണ്, സുധീരൻ ആ കുഴപ്പമില്ലെന്ന് സമ്മതിച്ചതോ. എനിക്ക് എന്താ കുഴപ്പമുള്ളൂ? രാജ്യക്കാരനോ അല്ലെങ്കിൽ വല്ല വർഗീയവാദിയൊക്കെയല്ലോ ഒന്നുമില്ല. പക്ഷെ അത് പോരെ രാഷ്ട്രീയത്തിൽ അതല്ല പോകേണ്ടത്. അതിന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക, സോണിയാഗാന്ധി 3 പേര് എടുത്താൽ എന്താ കുഴപ്പം? വെൽ ഡ്രസ്ഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ നല്ല മാന്യതയാണ്, ഒരു അലമ്പുള്ള ടീമല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇത് പോരെന്ന്. രാഷ്ട്രീയത്തിൽ മാന്യതക്കല്ല, അവിടെ യുക്തിക്കും തന്ത്രത്തിനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സുധീരൻ ഒരു കുഴപ്പമില്ല, ഇത് നിഷ്പക്ഷക്കാരാണ്, അവർ അലബിക്കാരൊന്നുമില്ല, വളരെ മാന്യനാണ്, എക്സ്ട്രാ ജെന്റിൽമാനാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ആ എക്സ്ട്രാ ജെന്റിൽമാനിൽ സ്ഥാനമില്ലെന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ച ഏറ്റവും മാന്യൻ രാഹുൽ ഗാന്ധിയാണ്, ഒരു സംശയക്കാരത്തിൽ എല്ലാ നിലക്കും. പക്ഷെ എന്തിനു തീ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്? തന്ത്രം പോരാ, യുക്തി പോരാ, നയം പോരാ. അപ്പോൾ മാന്യതയ്ക്കും അല്ലെങ്കിൽ ഇതല്ല സ്ഥാനം, തന്ത്രത്തിനും യുക്തിക്കുമാണ്. യുദ്ധം, പ്രേമം, ഇലക്ഷൻ, ഇത് 3-ലും മാന്യതയ്ക്കൊന്നും സ്ഥാനമില്ല. അവിടെ ജയിക്കണമെങ്കിൽ യുക്തി, തന്ത്രമാണ്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് ഇങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ വലിയ പ്രശ്നമാകും, ബുദ്ധിമുട്ടാകും. ഇവിടുത്തെ കേരളത്തിലെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ IB ഇടുന്നത് നിങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല, എനിക്കറിയാം. കാരണം പയ്യതാണ്. അപ്പോൾ പുതുതലമുറക്ക്, രക്തത്തിന് അവസരം കൊടുക്ക്. ഈ 60 മുകളിലൊരു മാറി നിൽക്ക്. തൽക്കാലം പ്രവർത്തനത്തിൽ നല്ല മാറുന്നത് ഇതുപോലെ പ്രധാന സ്ഥാനത്ത് മാറിയെടുക്ക്. എന്നിട്ട് ഈ 2-3 ചെറുപ്പക്കാർക്കുണ്ടല്ലോ 27 മണിക്കൂർ പണിയെടുക്ക്. മഹാത്മാഗാന്ധിയൊക്കെ 22 മണിക്കൂർ പണിതിട്ടുണ്ട്. അബുൽ കലാം ആസാദ്, നമ്മുടെ മുൻ മരിച്ചുപോയ പ്രസിഡന്റ്, 22 മണിക്കൂർ പണിതിരിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് 22 മണിക്കൂർ പണിയെന്നേ. ഇപ്പോൾ ഞങ്ങൾക്ക് 2-3 മണിക്കൂർ ഉറക്കമുള്ളൂ, ബാക്കിയുള്ള 1000 ചിന്തയാണ്. ഞങ്ങളൊന്നും ആരുമില്ല. എന്നിട്ട് അതുപോലെ നിങ്ങൾ പണിത് യൂണിറ്റ് ഉണ്ടാക്കി, അതിട്ട് യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ഓരോർക്ക് ടാർഗറ്റ് കൊടുക്കുക, ഇന്ന നിങ്ങൾ ചെയ്തിരിക്കണം മസ്റ്റായിട്ട്. അത് നിങ്ങൾ മാതൃക കാണിച്ചാൽ മറ്റു പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ നിർത്താം. അതെന്തറിയോ, ഈ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന ഒരു വിഭാഗം പറഞ്ഞു, കാഞ്ഞമറ്റത്തുള്ള ഫരീദുദ്ദീൻ മൗലവിയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? നമ്മുടെ വിഷയം നോക്കിയാൽ മതി, ആളിനെ നോക്കണ്ട.
അപ്പോൾ ഒരു ഫരീദുദ്ദീൻ മുസ്ലിയാർ കാഞ്ഞിരമറ്റത്ത് ഉസ്താദിൻ്റെ അടുത്ത് ഒരു അമ്മയും മോനും വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു എൻ്റെ മോൻ മധുരം കൂടുതൽ കഴിക്കുന്നതാണ്, അതൊന്നും പറഞ്ഞ് ഉപദേശം നിർത്തുന്നു പറഞ്ഞു. അപ്പോൾ ശരി, നിങ്ങൾ പോയിട്ട് ഒരാഴ്ച വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ തലയിൽ തൈ വെച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, മോനെ മധുരം അധികം കഴിക്കുന്ന നല്ലതല്ല. ഇത് രണ്ടും അറിഞ്ഞ ഒരു ശിഷ്യൻ ചോദിച്ചു, എന്താ ഗുരു അങ്ങനെ പറഞ്ഞു? അത് മറ്റൊന്നുമില്ല, ആ കുഞ്ഞിനെ കൊണ്ട് അമ്മ ഇവിടെ വരുമ്പോൾ ഞാൻ കൂടുതലും മധുരം ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവിടെ ചക്കരക്കഞ്ഞി, ഇന്നുകൊണ്ട് ചക്കരക്കഞ്ഞി, അവിടെ ചക്കരക്കഞ്ഞി വഴിക്ക് അവിടുത്തെ ഈ ചോമര ഉണ്ടാക്കി കൊടുക്കുന്നത്, മുസ്ലിങ്ങളൊന്നുമില്ല, അത്ര അടപ്പാണ്. ആ ഇഷ്ടമാണ്. അത് ഞാൻ ഒരാഴ്ച കൊണ്ട് കുറച്ച് വന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മാതൃക ആയിരിക്കണം, എന്നിട്ട് ഉപദേശം അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മാതൃകയായിക്കരുത്. നമ്മൾക്ക് ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു ആരോപണം വരാൻ പാടില്ല, എന്നിട്ട് വേണം മറ്റുള്ള ഉപദേശിക്കുക. അപ്പം അങ്ങനെ ഉള്ള മനസ്സാക്ഷിക്ക് കുത്തരാത്ത രീതിയിൽ നിങ്ങൾ മാതൃക കാണിച്ചുകൊണ്ട് അണികളോട് ടാർഗറ്റ് കൊടുക്കണം, ഇന്ന് ചെയ്തിരിക്കണം. അങ്ങനെ ഒന്ന് ആത്മാർത്ഥടി 1.5 വർഷം പിടിക്കുക. നിങ്ങൾ അതിൽ ബൂത്ത് എടുക്കുക, അവിടെ യാതൊരു ദാക്ഷിണ്യം അയക്കണ്ട, പണി കൊടുക്ക്, നിങ്ങൾ ഇന്ന വർക്ക് ചെയ്തിരിക്കണം പറഞ്ഞ് കൊടുക്ക്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണിച്ച് കോൺഗ്രസിൻ്റെ പേരുദോഷം മാറ്റുക, അല്ലെങ്കിൽ വലിയ അപകടത്തിലൊക്കെ പോകുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ ഇനിയൊന്നും ഡൽഹി പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 30% വോട്ട് വ്യത്യാസം കിടക്കുന്നു, ഇവിടെ 3% വോട്ട് വ്യത്യാസമുള്ള, അപ്പോൾ ഏതാണെന്നുള്ള അർത്ഥമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു മുന്നണി സമ്പ്രദായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ കൂടിയേ തീരൂ. ഐകമത്യം മഹാബലം അല്ല, ഒറ്റന്ന് കോൺഗ്രസ് ഭരിക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റ് മാത്രമല്ല, അക്ഷന്തവ്യമായ കുറ്റം കൂടിയാണ്. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണി എന്നുള്ള മുന്നണി ശക്തമാക്കുകയും കേരളത്തിൽ ഇതുപോലെ പ്രവർത്തിക്കുകയും ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ആ സ്ഥാനമാനങ്ങൾ പങ്കിട്ട് കൊടുക്കുകയും ചെയ്താൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്.